ആസിഫ് അലിയുടെ ആക്ഷൻ സിനിമയായ ടിക്കി ടാക്ക് എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ട്. രോഹിത് VS ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ മമ്മൂക്ക വില്ലനായിട്ടും അതുപോലെ വിനായകൻ നായകനായിട്ടുമാണ് അഭിനയിക്കുന്നത്. ജിതിൻ K. ജോസാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മെയ് ലാസ്റ്റ് വീക്കിലോ ജൂൺ ഫസ്റ്റ് വീക്കിലോ ആയിരിക്കും സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. റെട്രോ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി സൂര്യ ഏപ്രിൽ 27-ന് തിരുവനന്തപുരം ലുലു മാളിലേക്ക് വരികയാണ്. മെയ് 1-നാണ് റെട്രോ സിനിമയുടെ റിലീസ്. ചിയാൻ വിക്രമിൻ്റെ വീരധീര സൂര്യൻ എന്ന സിനിമ ഏപ്രിൽ 24-ന് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ 5 ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. മമ്മൂക്കയുടെ ബസൂക്ക സിനിമയുടെ 10 ദിവസത്തെ കേരള കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 12,62,00,000 രൂപയാണ് 10 ദിവസം കൊണ്ട് മമ്മൂക്കയുടെ ബസൂക്ക സിനിമ കേരള കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത്. ബേസിൽ ജോസഫിൻ്റെ മരണമാസം എന്ന സിനിമയുടെ 10 ദിവസത്തെ കേരള കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 10 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 9,82,00,000 രൂപയാണ് മരണമാസം എന്ന സിനിമ കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷനും കൂടി കൂട്ടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ സിനിമ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും. ആലപ്പുഴ ചിങ്കാൻ എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ്. അതുപോലെ സിനിമയുടെ 10 ദിവസത്തെ കേരള കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 10 ദിവസം കൊണ്ട് 28,13,00,000 രൂപയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ കളക്ഷൻ കൂടി കൂട്ടുമ്പോൾ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 30 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.